മൃഗസംരക്ഷണ വകുപ്പും ജന്തുരോഗ നിവാരണ സമിതിയും കൈകോർത്തുകൊണ്ട് സംഘടിപ്പിച്ച അരുമ മൃഗപക്ഷി പഠന ശില്പശാല ശ്രദ്ധേയമായി. കൊല്ലം ഫാത്തിമ കോളേജിൽ പരിപാടിയുടെ ഭാഗമായി നടന്ന അരുമകളുടെ പ്രദർശനം വിദ്യാർത്ഥികളിലും അധ്യാപകരിലും ഏറെ കൗതുകമുണർത്തി. അലങ്കാരപ്പൂച്ചകൾ, ആഫ്രിക്കൻ ബോൾ പെരുമ്പാമ്പ്, ചെറിയ തത്തകൾ, ചൈനയിലെ സിംഗ് ആട്, അലങ്കാരക്കോഴികൾ, പ്രാവുകൾ, അലങ്കാര ചിലന്തി, വെള്ളക്കഴുത, വെളുത്ത എലികൾ, മയിൽക്കോഴികൾ എന്നിങ്ങനെ 24ഓളം വിവിധ ഇനത്തിൽപ്പെട്ട അരുമകളാണ് പ്രദർശനത്തിൽ ഉണ്ടായിരുന്നത്. അരുമകളെല്ലാം ഒരുമിച്ചെത്തിയതോടെ കലാലയത്തിൽ ഇവയ്ക്ക് ആരാധകരുമേറി. കൗതുകമുണർത്തിയ പക്ഷിമൃഗാദികളെ കയ്യിലെടുത്തും അവയെ തഴുകിയും തലോടിയും സ്നേഹിക്കുവാൻ ആരാധകരുടെ തിരക്കായി. അരുമ മൃഗപക്ഷി സംരംഭങ്ങൾ ആരംഭിക്കുവാൻ മുന്നോട്ടെത്തുന്ന വിദ്യാർത്ഥി കൂട്ടായ്മകൾക്ക് എല്ലാ സഹായവും സർക്കാർ നൽകുമെന്ന് ശില്പശാല ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി ചിഞ്ചു റാണി പറഞ്ഞു. നമ്മുടെ ഈ വകുപ്പ് മന്ത്രി നമ്മുടെ മണ്ഡലമായിട്ട് എന്നോട് പറഞ്ഞു, മുകളിലത്തെ സ്ഥലത്താണ് ഇതിനെ എല്ലാം കിടക്കുന്നത്. അപ്പൊ അവിടെ ചെന്നപ്പോൾ ഇത് ഈ സാരികൾക്കിനെ എല്ലാം, ഇതിനെ മാത്രമല്ല പലതരം പക്ഷികള് നല്ല വിലയുള്ളത് നമുക്ക് അവിടേക്ക് കാണാൻ കഴിയും. ഈ പാമ്പ് നമ്മളെപ്പോഴും കാണുന്നത് പാമ്പിന് വ്യത്യസ്തയില്ല. ഞാൻ കയ്യിലൊക്കെ എടുത്തിട്ടുണ്ട്, ഇപ്പൊ ഞാൻ എടുക്കാൻ പോകുന്നില്ല. തിരുവനന്തപുരത്ത് വെച്ച് നമ്മുടെ ചില എക്സിബിഷനിലൊക്കെ എൻ്റെ കയ്യിലും ദേഹത്തും ഒക്കെ എടുത്ത് വെച്ച് തന്നതാണ്. ഈ മൃഗങ്ങൾ വലിയ ദോഷം നമുക്ക് പറ്റില്ല, പക്ഷെ വളർത്തുന്നവർ വളരെ നല്ലതുപോലെ അതിനെ എടുത്ത് ഒക്കുമെങ്കിൽ അത് എന്താണ് കഴിക്കാൻ വന്നാൽ അവർ അടുത്ത് നിന്ന് കൊടുക്കുന്ന തരത്തിൽ വിഷമില്ലാത്തത് കൊണ്ടായിരിക്കാം അങ്ങനെ അവർ ശ്രദ്ധിക്കുന്നത്. ഏതായാലും ശരി, ഇന്ന് നമുക്കറിയാം പെറ്റ് ഷോപ്പുകൾ ഇന്ന് കേരളത്തിൽ വർദ്ധിച്ചു വരും. എല്ലാ കുഞ്ഞുങ്ങൾക്കും ഒക്കുമെങ്കിൽ ഒരു എന്താണ് ഏതെങ്കിലും ഒരു ആനിമൽസിനെ അല്ലെങ്കിൽ ഒരു പക്ഷിവർഗത്തിനെ എടുത്ത് വളർത്തണം എന്ന് താല്പര്യമുള്ളവരാണ്. ഇങ്ങേറ്റം നമ്മുടെ കോഴികളെ പോലും പേരിട്ട് വിളിച്ച് വളർത്തുന്ന കുഞ്ഞുങ്ങളെ നമുക്ക് കാണും. ആടുകളെ, പശുക്കുട്ടികളെ, ഇതിനെ എല്ലാം പേരിട്ട് വിളിച്ച് അരുമയായി വളർത്തുന്ന ഒരുപാട് ആൾക്കാർ നമുക്ക് കേരളത്തിലുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ വളർത്തുമ്പോഴും സ്വന്തം നായി തന്നെ ചിലപ്പോൾ പേവിഷം നമുക്ക് തരുന്ന ഒരവസ്ഥയിലേക്ക് പോകും. ഞങ്ങളുടെ ചില ഡോക്ടർ, ഇടുക്കിയിലെ ചില ഡോക്ടർ വാക്സിൻ കൊടുക്കാൻ വേണ്ടി ഒരു കൂട്ടർ ഭാര്യയും ഭർത്താവും കൂടെ അവരുടെ ഈ നായും കൊണ്ട് വന്നതാണ്. വാക്സിൻ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് കയറി പെട്ടെന്ന് കഴിച്ചു, ഇവിടെ കൈ പിടിച്ച്. അപ്പോൾ ഒന്ന് ചിന്തിച്ച്, പക്ഷേ അവസാനം ടെസ്റ്റ് ചെയ്തപ്പോൾ ഈ നായിക്ക് വിഷമുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ ഉൾപ്പെടെ ട്രീറ്റ്മെൻറ്റിലായിരുന്നു ആ സമയത്ത്. ഞാൻ പറഞ്ഞത് എപ്പോൾ ഇതൊക്കെ വരുന്നു എന്നുള്ളത് കാണാൻ പറ്റില്ല. ഏതെങ്കിലുമൊക്കെ എന്താണ് മൃഗങ്ങളുമായിട്ട് ഇതിന് ബന്ധം കാണും. നമ്മുടെ ഇപ്പോൾ സൂവിലും ആ ഒരു വിഷയം ഞങ്ങളിപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സൂവിലെ ചില മൃഗങ്ങൾ നമുക്കറിയാം അവിടെ വലിയ മേഖലകളിലേക്ക് അതിനെ തുറന്നു വിടുകയാണ്. പക്ഷെ ഇത് അടിയിൽ കൂടെ പല സാധനങ്ങളും പുറത്തോട്ട് നമ്മുടെ ഇതിനകത്ത് വരുന്നുണ്ട്. അതിൻ്റെ പേരെനിക്ക് അറിഞ്ഞില്ല. ഡോക്ടർ, എൻ്റെ പേരെന്താ? കലാലയങ്ങളിൽ നിന്നാണ് ഇത്തരം സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾ ഉണ്ടാകേണ്ടതെന്നും അതിനായി പ്രോജക്റ്റുകളും പരിശീലനങ്ങളും സർക്കാർ നൽകുമെന്നും മന്ത്രി അറിയിച്ചു. ഡോക്ടർ അജയൻ കൂടലിന്റെ ജീവജാലകം കിസ് പുസ്തകം മന്ത്രി പ്രകാശനം ചെയ്തു. SPCA പ്രവർത്തകരെ ചടങ്ങിൽ വെച്ച് മന്ത്രി ആദരിച്ചു. ബ്രീഡിംഗ് റൂൾസ് പ്രകാശന കർമ്മം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഗോപൻ നിർവഹിച്ചു. M നൌഷാദ് MLA അധ്യക്ഷനായിരുന്നു. ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ D ഷൈൻകുമാർ, പ്രിൻസിപ്പൽ സന്ധ്യ കാതറിൻ, SPCA വൈസ് പ്രസിഡന്റ് ജനാർദ്ദനൻ പിള്ള, ഡോക്ടർ ഷീബ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു.